അതിസുന്ദരമായ ഈ പ്രകൃതി ദൃശ്യം കാണുമ്പോൾ പെട്ടെന്ന് എന്താണ് തോന്നുക? ഒന്നുകിൽ പ്രഭാതം, അല്ലെങ്കിൽ ഒരു സന്ധ്യാസമയം, ഏതെങ്കിലും ഒരു കടൽ തീരത്തേക്ക് പോവുകയാണ് എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷേ കടൽ തീരത്തേക്കൊന്നല്ല നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ നിന്ന് പോളണ്ടിലെ ഓഷ്വിറ്റ്സിലേക്കാണ്. ഏതാണ്ട് 350 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നല്ല സുഖശീതളമായ കാലാവസ്ഥ, ഒന്നാന്തരം നിരത്തുകൾ, ചാട്ടമില്ല, കുഴിയില്ല, വളവുകളില്ല, തിരിവുകളില്ല, ഹോണടി ബഹളങ്ങളില്ല, ട്രാഫിക്കിന്റെ പ്രശ്നവുമില്ല. അതിസുന്ദരമായ കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും. ഇതുപോലൊരു നിരത്തൊക്കെ കേരളത്തിലും ഉണ്ടായാൽ കൊള്ളാമായിരുന്നുവെന്ന് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഏതൊരു മലയാളിയും കൊതിച്ചു പോവും. നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ എന്ന് സങ്കടപ്പെട്ടു പോകും. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ബെന്നി മാളിയേക്കലാണ്. ഇതാണ് ബെന്നി. ലാലിയും ജ്യോതികയും പറയലുണ്ട്. ബെന്നി മാളിയേക്കൽ 42 വർഷമായി യൂറോപ്പിൽ വിയന്നയിൽ താമസിക്കുന്ന ബെന്നി. യാത്ര 5 മണിക്കൂർ എടുക്കും എന്ന് നമ്മളിന്ന് കരുതിയിരിക്കുന്നതാണല്ലോ. ആദ്യം പോകുന്നത് പോളണ്ടിലെ വാഡോവിസിലേക്കാണ്. വാഡോവിസ് എന്ന് പറഞ്ഞാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജന്മസ്ഥലമാണ്. അവിടെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ അകലെയുള്ള ഓഷ്വിറ്റ്സിലേക്ക് പോകാമെന്നാണ് ഞങ്ങളുടെ പദ്ധതി. അങ്ങനെ ഈ പ്രഭാതകാല യാത്ര അതിസുന്ദരമായി ഞങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം യാത്രകളിൽ നമ്മൾ എത്ര ദൂരം ഓഷ്വിറ്റ്സ് കവാടത്തിലെത്തിയിരിക്കുന്നു. ഗേറ്റിൽ തന്നെ കാണുന്ന ക്ഷീണം വരും. വർക്ക് വിൽ സെറ്റ് യു ഫ്രീ. ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് 1-2 പടങ്ങളൊക്കെ എടുത്തു. ഒരു 15 യൂറോ ആണ് ഒരാൾക്ക് പ്രവേശന ടിക്കറ്റ്. ഏതാണ്ട് 1200 രൂപ. അകത്ത് കയറിയാൽ ഉടനെ കാണുന്നത് ഇത്തരം കൂറ്റൻ കെട്ടിടങ്ങളും മുള്ളുവേലികളുമാണ്. ഈ കൂറ്റൻ കെട്ടിടങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പലതും തോന്നാം. കാഴ്ചയിൽ ഒരു നല്ല റിസോർട്ട് കേന്ദ്രമോ ഒരു ഹോട്ടൽ സമുച്ചയമോ ഒക്കെ ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ മുള്ളുവേലി കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഞങ്ങളെ അവിടെ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഗൈഡാണ് ഇത്, മസാന. ഒരു 6 അടി ഉയരമുണ്ട് മസാനയ്ക്ക്. മസാനയുടെ മുത്തശ്ശി ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വളരെ പീഡകൾ അനുഭവിച്ചതാണ്. അവരുടെ കഥകൾ കേട്ട് അവരുടെ വിവരണങ്ങൾ കേട്ട് ഞങ്ങൾ നീങ്ങുകയാണ്. ഈ ഗ്രൂപ്പിൽ ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാൻ പറ്റില്ല. സാധാരണ ഉല്ലാസ കേന്ദ്രങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഇവിടെ ആരും സംസാരിക്കില്ല, ചിരിക്കില്ല. ഈ പോളിഷ് ആർമിയുടെ ബാരക്കുകളായിരുന്നു ഈ കെട്ടിടങ്ങൾ. നാസികൾ ഇവിടം തടങ്കൽ പാളയമാക്കി. കീഴ്പ്പെടുത്തിയ എല്ലാ ദേശത്തെയും യഹൂദരെ ട്രെയിനുകളിലും ചരക്ക് വണ്ടികളിലും കുത്തി നിറച്ച് അവരിവിടെ എത്തിച്ചു. യൂറോപ്പിലെമ്പാടും പുതുതായി നിർമ്മിച്ച ആയിരക്കണക്കിന് തടങ്കൽ പാളയങ്ങളിലേക്ക് ജൂതരെ നിറച്ച തീവണ്ടികൾ രാപകൽ നിരന്തരം ഒഴുകി. അതിലേറ്റവും വലിയ കേന്ദ്രമായിരുന്നു ഓഷ്വിറ്റ്സ്. 13 ലക്ഷം ജൂതരെയാണ് നാസികൾ ഇവിടെ എത്തിച്ചത്. ഇത്തരം നൂറുകണക്കിന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കുപ്രസിദ്ധമായ ക്യാമ്പായിരുന്നു ഓഷ്വിറ്റ്സ്. കൊണ്ടുവന്ന 13 ലക്ഷത്തിൽ 11 ലക്ഷത്തെ 3 വർഷത്തിനിടെ അവർ വെറുതെ കശാപ്പ് ചെയ്തു. പട്ടിണിക്കിട്ട്, പീഡിപ്പിച്ച്, പണിയെടുപ്പിച്ച്, വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തി. ഈ 13 ലക്ഷത്തിൽ കുറെ പേർ യുദ്ധാവസാനം റഷ്യൻ അമേരിക്കൻ സഖ്യകക്ഷികൾ രക്ഷപ്പെടുത്തിയപ്പോൾ 11 ലക്ഷത്തെ കശാപ്പ് ചെയ്തപ്പോൾ വെറും 13 പേർ ഇവിടുത്തെ ഈ മുള്ളുവേലികൾ, വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളുവേലികൾക്കിടയിൽ നൂണ്ടു കടന്നോ എങ്ങനെയോ വെറും 13 പേരാണ് രക്ഷപ്പെട്ടത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, മുതിർന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, പുരുഷന്മാർ, വൃദ്ധർ, രോഗികൾ, ഗർഭിണികൾ, ശാരീരിക മാനസിക വൈകല്യമുള്ളവർ എന്നിങ്ങനെ തോന്നിയ പോലെയൊക്കെ അവർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ, എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ തരം തിരിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്.
പണിയെടുക്കാൻ ശേഷിയുള്ളവരെ കൊണ്ടെല്ലാം അവർ കൊല പണിയെടുപ്പിച്ചു. കുഞ്ഞുങ്ങളടക്കമുള്ള ഒന്നിനും കൊള്ളാത്തവരെ, ഇൻവാലിഡ്സ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ, അപ്പോൾ കൈകാര്യം ചെയ്തു. ഇതാണ് ഈ യഹൂദരുടെ സംഘങ്ങളെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ അവർ ഏതോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയ പോലെ തോന്നും. പക്ഷെ അമ്മമാരുടേത് മുഖത്തുണ്ട് സങ്കടവും വരാനിരിക്കുന്ന വിപത്തും. ഇതായിരുന്നു അവർ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനും പ്ലാറ്റ്ഫോമും. സ്റ്റേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം പോലെ തന്നെ വെറുതെ ആ തറയിലേക്ക് ഇറക്കി വിടുകയാണ്. അവിടെ വെച്ചാണ് ജോസഫ് മെങ്കലെ എന്ന് പറഞ്ഞ മരണദൂതൻ, നാസികളുടെ ഡോക്ടറാണ്, മരണദൂതൻ ഇവരെ തരംതിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെയുള്ള സകലരെയും ഓരോ വഴിക്ക് തരംതിരിച്ച് പറഞ്ഞു വിട്ടു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സകലതും നാസികൾ പിടിച്ചെടുത്തു. വസ്ത്രം, ആഭരണം, പാത്രങ്ങൾ, ചെരുപ്പുകൾ, കുട്ടകൾ, പെട്ടികൾ, സഞ്ചികൾ എന്ന് വേണ്ട സകലതും കൊള്ളയടിച്ചു. അവരുടെ തലമുടി പോലും പഠിച്ചെടുത്തു. സ്വർണപ്പല്ലുകൾ ചമട കൊണ്ട് പറിച്ചെടുത്തു. ഇതാണ് അവർക്ക് കിടക്കാനൊരുക്കിയിരുന്ന അവരുടെ ബങ്കർ, ഡോർമിറ്ററി. സാധാരണ ഒരാൾക്ക് കിടക്കാവുന്ന ഒരു കട്ടിലിൽ 5 or 6 പേര്. ഈ സർവമാന വേഷവും സ്വന്തം സമ്പാദ്യങ്ങളും മുഴുവൻ പെറുക്കി അവർ വന്നപ്പോൾ അവരുടെ ഭാവി എന്താണ് എന്ന് അവർ കണ്ടിട്ടില്ല, ആലോചിച്ചിട്ടില്ല. മസാനയുടെ വിവരണങ്ങൾ കേട്ട് മൂകരായി. ഉറ്റവരിൽ ഒരാളുടെ വേർപാടിലെന്ന പോലെ മരവിച്ച മുഖങ്ങളുമായി എല്ലാവരും നീങ്ങുകയാണ്. ഒന്നും ചോദിക്കാനില്ല, പറയാനില്ല. ഈ കാണുന്നതൊക്കെ നാസികൾ പിടിച്ചുകൊണ്ടുവന്ന യഹൂദരുടെ ചെരുപ്പുകളും ഷൂസും ഒക്കെയാണ്, പാദരക്ഷകൾ. 10,000-കണക്കിന് സ്ത്രീകളെ അവർ ഇവിടെ വൈദ്യ പരീക്ഷണത്തിന് വിധേയരാക്കി. വന്ധ്യംകരണത്തിന്, ഗർഭപാത്ര പരീക്ഷണങ്ങൾക്ക് എല്ലാം. ആ തടവുകാർ കൊണ്ടുവന്ന പെട്ടികളുമൊക്കെ ഇതാ അവരുടെ മുറിച്ചെടുത്ത മുടി, അവരുടെ പെട്ടികൾ. വളരെ പ്രതീക്ഷയോടെ ഓരോരുത്തരും തങ്ങളുടെ പേരും കുടുംബ പേരും ഒക്കെ എഴുതി കൊണ്ടുവന്ന പെട്ടിയും കുട്ടയും വട്ടിയും ചട്ടിയും ഒക്കെ അവിടെയുണ്ട്. നമ്മൾക്കിത് മനസ്സ് വിങ്ങി അതിലൂടെ നീങ്ങിപ്പോകാൻ പറ്റും. ഈ ഓരോ കുട്ടയ്ക്കും ചട്ടിക്കും എത്രയോ ദുഃഖകഥകൾ പറയാനുണ്ടാവും. അതുകൊണ്ടാണ് ഓഷ്വിറ്റ്സിൽ ആരും ചിരിക്കില്ല എന്ന് പറഞ്ഞത്. ഇത് ഭിന്നശേഷിക്കാരായവർ ഉപയോഗിച്ചിരുന്ന ക്രച്ചസ്, ഒരു രംഗമാണ്, വടികൾ, അവരുടെ ലെഗ് സപ്പോർട്ട്, അങ്ങനത്തെ ഉപകരണങ്ങളാണ്. ഇതൊക്കെ ആർക്കു വേണ്ടി? പക്ഷേ ഇപ്പോഴും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാസികൾ ഇതെല്ലാം അവർ പലതരത്തിലും രൂപമാറ്റം വരുത്തിയോ വിറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി ഒന്നതാണ് ഇതൊരു തൂക്കുമരമാണ്. ഒരു കഥകിന്റെ അല്ല കട്ടളയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ മുഖ്യ കമാൻഡർ ആയിരുന്ന ഇതൊരു കഴുമരമാണ്. റുഡോൾഫ് ഹോസ് ഓഷ്വിറ്റ്സ് യുദ്ധ അവസാനത്തിൽ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സഖ്യകക്ഷികൾ പിടിച്ചപ്പോൾ കഴുമരം റുഡോൾഫ് ഹോസിന്റെ വസതിക്ക് മുമ്പിൽ ഗ്യാസ് ചേമ്പറിനിടയിൽ ഗ്യാസ് ചേമ്പറിനും അയാളുടെ വസതിക്ക് മുമ്പിൽ തന്നെ അയാൾക്ക് വേണ്ടി തൂക്കുമരം ഉണ്ടാക്കി കമാൻഡറായിരുന്ന റുഡോൾഫിനെ അവർ കസ്റ്റഡിയിലെടുത്തു. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു റുഡോൾഫ് കുടുംബസഹിതം താമസിച്ചിരുന്നത്. അയാൾ അവിടെ മനുഷ്യരെ ജീവനോടെ ചുട്ടിരിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ, അതിന്റെ തൊട്ടുമുറ്റത്ത് തന്നെ അയാളെ കഴിവിലാണ്. അതിന്റെ ചിത്രങ്ങൾ ജീവനോടെ അവർ പകർത്തി. പക്ഷേ നമുക്കിവിടെ അത് പങ്കുവെക്കാനാണ് പറഞ്ഞില്ല. അങ്ങനെ ഓഷ്വിറ്റ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ബെർക്കനോവിലേക്ക് പോവുകയാണ്. ബെർക്കനോവ് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ക്യാമ്പാണ്. ഈ ബെർക്കനോവിലെ പ്ലാറ്റ്ഫോമിലേക്കാണ് അന്ന് യൂറോപ്പിൽ എമ്പാടും നിന്ന് നാസികളുടെ ട്രെയിനുകൾ കൊണ്ടിരുന്നത്. ഇതുപോലത്തെ ബാരക്കുകളിലായിരുന്നു തടവുപുള്ളികളെ അവർ താമസിപ്പിച്ചിരുന്നത്. അങ്ങനെ ബെർക്കനോവിന്റെ മാക്സിമിലിയൻ കോൾബെ വേറൊരു തടവുകാരന് വേണ്ടി ജീവൻ ബലി കൊടുത്ത, സ്വയം വെടിയേറ്റുവാങ്ങിയ മാക്സിമിലിയൻ കോൾബെ. ഇതായിരുന്നു അവരുടെ ജീവിത സൗകര്യം.
അവിടെ കൊണ്ടുവന്ന എല്ലാ തടവുകാരുടെയും ചിത്രങ്ങൾ നാസികളെടുത്ത് അവിടെ പ്രദർശിപ്പിച്ചു. ഈ കക്കൂസ് കാണുമ്പോൾ നമുക്കറിയാം ആ തടവറയിലെ